السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്പെയിൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ള ഒരു രാജ്യം ആണ്. എന്നാൽ സാമൂഹിക ഭദ്രതയുടെ അടിസ്ഥാനത്തിൽ യൂറോപ്പിലെ കുറഞ്ഞ സാമൂഹിക ഭദ്രതയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെട്ട രാജ്യമാണ്. ജോലി സാധ്യത, വരുമാനം, ജീവിത നിലവാരം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്, ഉദാഹരണമായി ഫ്രാൻസ്, ജർമ്മനി, ഹോളണ്ട് അല്ലെങ്കിൽ UK മുതലായവയേക്കാൾ കുറഞ്ഞ നിലയിലാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെയായിരുന്നിട്ടും പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇവിടുത്തെ സാമൂഹിക അവസ്ഥ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട നിലയിലാണുള്ളത്. ഇത് കാരണം കൊണ്ട് തന്നെയാണ് ഒരുപാട് പാകിസ്ഥാനികൾ ഇവിടെ കച്ചവട സംബന്ധമായ നിലയിലും ജോലി സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടും വരുന്നു. അഹ്മദികളെ സംബന്ധിച്ചിടത്തോളം അവർ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു പോകുന്നത് രണ്ട് കാരണം കൊണ്ടാണ്. അതിൽ ഏറ്റവും വലിയ കാരണം മതപരമായ വിലക്കുകളും പാകിസ്ഥാനിൽ അഹ്മദികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായ്മയും ആണ്. രണ്ടാമത്തെ കാര്യം സാമൂഹികമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. ഇവിടെ വരുന്നവരിൽ ഭൂരിഭാഗവും ഇത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അസൈലം വാങ്ങുന്നത് അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള വിസ നേടുന്നതിന് പരിശ്രമം നടത്തുന്നത്. അഹ്മദികൾക്ക് പാകിസ്ഥാനിലെ അവസ്ഥ സ്വതന്ത്രമായ നിലയിൽ തങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുസ്ലിങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല, അല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല, മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല. ചിലർ ശരിയായ രീതിയിൽ ഇവിടെ തങ്ങളുടെ അവസ്ഥകൾ വിവരിക്കുന്നു കേസ് നടത്തുമ്പോൾ. എന്നാൽ ചിലർ കഥാവിവരണങ്ങളും നടത്തുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവിടെ കുറവാണ്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതലായി. എന്നാൽ ഇതിന്റെ ആവശ്യം തന്നെയില്ല. ഞാൻ പലതവണ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അഥവാ യഥാർത്ഥത്തിലും സത്യസന്ധവുമായ കാര്യം വിവരിച്ചു കഴിഞ്ഞാൽ മതത്തിന്റെ പേരിൽ ഞങ്ങളുടെ മേൽ പാകിസ്ഥാനിൽ നടക്കുന്ന അക്രമങ്ങൾ അത് തന്നെ വിവരിച്ചുകൊണ്ട് കേവലം
ഇത് മാത്രം പറഞ്ഞാൽ, അത്തരം സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ താമസിക്കുന്നത് എന്നെ മാനസികമായ നിലയിൽ ശക്തമായ സമ്മർദ്ദത്തിലാക്കുന്നു. അതൊരു സ്ഥിരമായ ടോർച്ചറും ആണ്. പൊതുവിൽ ഈ ആളുകൾ ഭരണകൂടത്തിന്റെ വ്യവസ്ഥിതിയും അല്ലെങ്കിൽ കോടതികളിലെ ജഡ്ജിമാർ ഈ കാര്യം മനസ്സിലാക്കുന്നു. സഹായത്തിന്റെയും അനുകമ്പയുടെയും ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ വക്കീൽമാർ പറയുന്നത് കേട്ടുകൊണ്ട് തങ്ങളെ സ്വയം, തങ്ങളുടെ വാക്കുകളെ അതിശയോക്തി കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല കേസ് നടത്തുമ്പോൾ. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ പറയുന്നതും ഒന്നായിരിക്കേണ്ടതാണ്. പറയുന്നത് മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് മുഖേന വ്യവസ്ഥിതിക്ക് കളവിന്റെ സംശയത്തിന് സാധ്യത ഉണ്ടാകുന്ന വിധത്തിൽ. കളവിൽ നിന്ന് എന്തായിരുന്നാലും ഒരഹ്മദി രക്ഷപ്പെടേണ്ടതാണ്. അള്ളാഹു കളവിനെ ശിർക്കിന് തുല്യമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരഹ്മദിയിൽ നിന്ന് ഒരിക്കലും തന്നെ ഇപ്രകാരം പ്രതീക്ഷിക്കാൻ സാധ്യമല്ല അയാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന്. ഒരു ഭാഗത്ത് അവന്റെ വാദം ഇതാണ്: ഞാൻ ഏറ്റവും കൂടുതലായി അള്ളാഹുവിന്റെ തൗഹീദ് ഏറ്റുപറയുന്ന ആളാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ വന്ന ആളും കാലത്തിന്റെ ഇമാം മസീഹെ മഊദ് വിശ്വസിക്കുന്നു. മറുഭാഗത്ത് ഈ അടിസ്ഥാനപരമായ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരു തൗഹീദ്വാദിയുടെ ഏറ്റവും പ്രഥമ നിർബന്ധ കടമയാണ്. അതിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എന്താണ്? ഈ ഒരർത്ഥത്തിൽ എല്ലാ അഹ്മദികളും ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഭൗതിക പ്രയോജനം കരസ്ഥമാക്കുന്നതിനായി നമ്മളിൽ നിന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാം അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ, അത് നമ്മെ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേ അറ്റത്തെ പാപികൾ ആക്കി തീർക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നാം നമ്മുടെ ഈമാനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി, നമ്മുടെ ദീനിൽ നിലനിൽക്കുന്നതിനു വേണ്ടി തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രഥമ മുൻഗണന നാം നൽകേണ്ടതാണ്. നാം നോക്കണം, അഹ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം നമ്മുടെ മുൻഗണനകൾ എന്തെല്ലാം ആയിരിക്കേണ്ടതാണ്. അഥവാ ഈ മുൻഗണനകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ടല്ല എങ്കിൽ നാം ആ ലക്ഷ്യം കരസ്ഥമാക്കിയിട്ടില്ല. ഏതൊന്നാണോ നമ്മുടെ ഹിജ്റത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളത്, അഥവാ ഇതനുസരിച്ചാണ് എങ്കിൽ നാം ഈ ഹിജ്റത്തിന്റെ ലക്ഷ്യം കരസ്ഥമാക്കിയിരിക്കുന്നു. ആ അവസ്ഥയിൽ പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകും. അഥവാ നമ്മുടെ അടിസ്ഥാനം തന്നെ കളവിലാണ് എങ്കിൽ നാം ഭൗതികത കരസ്ഥമാക്കുന്നതിന് നമ്മുടെ ലക്ഷ്യമാക്കി മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിൽ നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികൾ ആവുകയില്ല. അള്ളാഹുവിനെ ഏകനായി വിശ്വസിക്കുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ഒരിക്കലും അവർ ശിർക്ക് ചെയ്യുകയില്ല. ആരാണോ തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്, അവരുടെ ജീവിതത്തിന്റെ പ്രഥമ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ്. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ഭൗതികത കരസ്ഥമാക്കുക എന്നത്, ഭൗതികതയുടെ നിറങ്ങളിൽ മുങ്ങുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. ഇതൊരു വിശ്വാസിയുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും അല്ല. അഥവാ നാം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി അവൻ പറഞ്ഞു തന്ന സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ
അപ്പോഴാണ് നാം യഥാർത്ഥ വിജയം കരസ്ഥമാക്കുന്നവരായി തീരുക. ഈ ലോകത്ത് വന്നതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുക. ഈ ലോകവും അതിലെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ തന്നിലേക്ക് വരുന്നവർക്ക് നിഷേധിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവർക്ക് അല്ലാഹു ഭൗതിക നിഅമത്തുകളും നിഷേധിക്കുകയില്ല. മറിച്ച് അല്ലാഹു നമുക്ക് ഈ ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു: എന്നോട് ഈ ലോകത്തിലെയും പരലോകത്തിലെയും നന്മകൾ ചോദിക്കുക. ഏതുപോലെ പറയുന്നു: റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് പറയുന്നു: മനുഷ്യൻ തന്റെ നഫ്സിന്റെ സൗഖ്യത്തിനു വേണ്ടി രണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ളവനാണ്. ഒന്ന്, ലോകത്തിലെ ചുരുങ്ങിയ ജീവിതവും അതിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ മുതലായവയിൽ നിന്ന് സുരക്ഷിതമായിരിക്കുക. മറ്റൊന്ന്, പാപം, തിന്മ, ആത്മീയ രോഗങ്ങൾ, അത് അവനെ ദൈവത്തിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നതാണ്. അതിൽ നിന്നുള്ള മോക്ഷം. രണ്ട് കാര്യങ്ങളാണുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ഭൗതികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ. മറ്റൊന്ന് ആത്മീയ പ്രയാസങ്ങളും രോഗങ്ങളും. ഇത് രണ്ടിൽ നിന്നും മുക്തി നേടാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നു. പറയുന്നു: ലോകത്തിലെ നന്മ ഇതാണ്. ആത്മീയമായതാകട്ടെ ഭൗതികമായതാകട്ടെ എല്ലാവിധത്തിലുള്ള മലിന ജീവിതത്തിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, നിന്ദ്യതയിൽ നിന്നും സുരക്ഷിതരായിരിക്കുക. അവിടുന്ന് പറയുന്നു: നോക്കൂ, റബ്ബന എന്നതിന് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അള്ളാഹു പറയുന്നു: റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ. ഇവിടെ റബ്ബന എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് അവിടുന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ റബ്ബന എന്ന വാക്കിൽ തൗബയിലേക്ക് ഒരു സൂക്ഷ്മമായ സൂചനയാണുള്ളത്. മനുഷ്യൻ റബ്ബന എന്ന് പറയുമ്പോൾ, അതായത് ഞങ്ങളുടെ നാഥ, അത് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റത്തെ കുനിയലാണ്. പറയുന്നു: റബ്ബന എന്ന വാക്ക് ആവശ്യപ്പെടുന്നത് അയാൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ചില റബ്ബുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഈ റബ്ബിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഈ വാക്ക് യഥാർത്ഥ വേദനയും ഉള്ളുരുക്കവും ഇല്ലാതെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുക തന്നെ സാധ്യമല്ല. റബ്ബന എന്ന അഥവാ യഥാർത്ഥ നിലയിൽ മനുഷ്യൻ പറയുമ്പോൾ റബ്ബന എന്നതൊരു വേദനയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആളുകൾ അത്തരക്കാരുമുണ്ട്. അവർ പ്രത്യക്ഷമായ നിലയിൽ മാത്രം റബ്ബന എന്ന ദുആ ചെയ്യുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അപ്രകാരം ആയിരിക്കുകയില്ല. എന്നാൽ അഥവാ മനുഷ്യൻ ഹൃദയാവസ്ഥ കൊണ്ട് ദുആ ചെയ്യുകയാണ് എങ്കിൽ അപ്പോഴായിരിക്കും റബ്ബന എന്ന വാക്ക് വായിൽ നിന്ന് പുറത്തു വരിക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതനുസരിച്ചാണ് എങ്കിൽ റബ്ബന എന്ന വാക്ക് വായിൽ നിന്ന് പുറത്തു വരിക തന്നെയില്ല ഏതുവരെ യഥാർത്ഥത്തിലുള്ള വേദന ഉണ്ടാകുന്നില്ലയോ, ഉള്ളുരുക്കം ഉണ്ടാകുന്നില്ലയോ. അവിടുന്ന് പറയുന്നു: യഥാർത്ഥത്തിൽ മനുഷ്യൻ തങ്ങളുടേതായി ഒരുപാട് റബ്ബുമാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. തങ്ങളുടെ തന്ത്രങ്ങളിലും വഞ്ചനകളിലും അവന് പൂർണ്ണ വിശ്വാസം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് അവന്റെ റബ്ബ്. അഥവാ അവന് തന്റെ അറിവിലും കൈക്കരുത്തിലും അഹങ്കാരമുണ്ട് എങ്കിൽ അത് അവന്റെ റബ്ബാണ്. അഥവാ അവന് തന്റെ സൗന്ദര്യത്തിലോ ധനത്തിലോ അഹങ്കാരം ഉണ്ട് എങ്കിൽ അവന്റെ റബ്ബാണ് അത്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വസ്തുക്കൾ അവനോടൊപ്പം ഉണ്ടായിരിക്കും. ഏതുവരെ അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ആ ഏകനും പങ്കുകാരനില്ലാത്തവനും ആയ യഥാർത്ഥവാനും സത്യവാനുമായ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കുന്നില്ലയോ, അതുവരെ റബ്ബന എന്ന വേദനാ നിർഭരവും ഹൃദയത്തെ ഉരുക്കുന്നതും ആയ ശബ്ദത്തോടെ അവന്റെ സവിധത്തിൽ വീഴുന്നില്ലയോ, അതുവരെ യഥാർത്ഥ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. ഏതുപോലെ ആളുകൾ പറയുന്നു റബ്ബന എന്ന ദുആ ചൊല്ലുന്നു, എന്നാൽ പറഞ്ഞു യഥാർത്ഥത്തിലുള്ള റബ്ബന എന്ന് പറയുക അപ്പോഴായിരിക്കും എപ്പോഴാണോ വേദനയോടുകൂടിയ ഹൃദയത്തെ ഉരുക്കുന്ന വിധത്തിലുള്ള ശബ്ദം പുറത്തു വരുന്നത്.
ഈ യാഥാർത്ഥ്യം അറിയുന്നത് ഞാൻ റബ്ബന എന്ന് പറയുമ്പോൾ ഞാൻ ഒരേകനും പങ്കുകാരനില്ലാത്തവനുമായ ദൈവത്തെയാണ് വിളിക്കുന്നത്. അവൻ എന്റെ റബ്ബാണ്. ഇങ്ങനെയാകുമ്പോൾ അവിടുന്ന് പറയുന്നു, അപ്പോഴാണ് അവൻ യഥാർത്ഥ റബ്ബിനെ മനസ്സിലാക്കിയിരിക്കുന്നത്, അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നു, അത്തരത്തിലുള്ള ഹൃദയവേദനയോടുകൂടി അവന്റെ സമക്ഷത്തിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുമ്പോൾ, അവനെ അഭിസംബോധന ചെയ്യുമ്പോൾ, റബ്ബന, അതായത് യഥാർത്ഥത്തിലും സത്യവാനുമായ റബ്ബ് നീ മാത്രമായിരുന്നു, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് കാരണം മറ്റു സ്ഥലങ്ങളിൽ വഴിതെറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ആ വ്യാജബിംബങ്ങളെയും നിരർത്ഥക ആരാധകരെയും ഉപേക്ഷിച്ചിരിക്കുന്നു. സത്യഹൃദയത്തോടുകൂടി നിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നു, നിന്റെ സമക്ഷത്തിൽ വരുന്നു. ഇതാണ് ആ അവസ്ഥ. പൂർണ്ണമായ നിലയിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കുനിയുകയും അവന്റെ ഇബാദത്ത് ചെയ്യുകയും തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, നാം ഈ വിധം നമ്മുടെ റബ്ബിനെ വിളിക്കുന്നതിന്റെ കടമ നിറവേറ്റുമ്പോൾ ലോകത്തിലെ നന്മകളും നമുക്ക് ലഭിക്കും, ആഖിറത്തിലെ നന്മകളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നല്ല, ലോകത്തിലെ നന്മകളും മനുഷ്യൻ ആഖിറത്തിലെ നന്മകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ആരോഗ്യമുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ കടമകൾ നിറവേറ്റാൻ സാധിക്കും. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഭൗതിക നന്മയാണ്, ഭൗതിക നന്മകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അഥവാ ആരോഗ്യമുണ്ടെങ്കിൽ മനുഷ്യന് ഇബാദത്തും ശരിയായ നിലയിൽ ചെയ്യാൻ സാധിക്കും. ധനം ഉണ്ടെങ്കിൽ അതിനെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അതിന്റെ ത്യാഗത്തിന്റെ കടമ നിർവഹിക്കാൻ സാധിക്കും. അവന്റെ ദാസന്മാരോടുള്ള കടമകളുടെ നിർവഹണത്തിനു വേണ്ടിയുള്ള തൗഫീക്ക് അയാൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ സുപ്രധാനമായ തത്വം എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ഇബാദത്തിന്റെ കടമ നിറവേറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നാം പലപ്പോഴും ഇതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. നാം എല്ലായ്പ്പോഴും ഇതുകൂടി ഓർത്തിരിക്കണം. അത് നിറവേറ്റാനുള്ള ശ്രമം അപ്പോഴായിരിക്കും ഉണ്ടാകുക എപ്പോഴാണോ നാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായിത്തീരുന്നത്. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നിനെയും മനുഷ്യനെയും കേവലം എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് നാം നോക്കുമ്പോൾ ആ കൽപ്പനയ്ക്ക് ശേഷം മറ്റൊരു കൽപ്പന എവിടേക്കാണോ നമ്മെ കൊണ്ടുപോകുന്നത് അത് ഇത് തന്നെയാണ്. അള്ളാഹുവിനെ ഒരിക്കലും തന്നെ മറന്നുപോകരുത്. നിങ്ങളുടെ ഭൗതിക പരിശ്രമങ്ങളും നിങ്ങളെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അശ്രദ്ധരാക്കുന്നതായി മാറരുത്. അതുപോലെ ഒരിക്കലും തന്നെ ഭൗതിക ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം കേവലം ഭൗതികത കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ലക്ഷ്യമാക്കരുത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു പറയുന്നു, ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവർ എന്നെ അറിയുന്നതിനും എന്നെ ആരാധിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ തിരിച്ചറിയുകയും അള്ളാഹുവിനു വേണ്ടി ആയിത്തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. പറയുന്നു, ഇത് വളരെ വ്യക്തമാണ്. മനുഷ്യന് ഈ സ്ഥാനം ഇല്ല, അതായത് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്റെ കഴിവ് കൊണ്ട് സ്വയം നിശ്ചയിക്കുക എന്നത്. കാരണം മനുഷ്യൻ തന്റെ ഇഷ്ടപ്രകാരമല്ല വരുന്നത്, തന്റെ ഇഷ്ടപ്രകാരമല്ല തിരിച്ചു പോവുകയും ചെയ്യുന്നത്. മറിച്ച് അവനൊരു സൃഷ്ടി മാത്രമാണ്. ആരാണോ സൃഷ്ടിച്ചത് എല്ലാ മൃഗങ്ങളുടെയും മേൽ അവന് ഉന്നതമായ കഴിവുകളും ശക്തിയും നൽകിയത്, അതായത് മറ്റുള്ളവയെ അപേക്ഷിച്ച് മനുഷ്യനെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാക്കിയത്, ഉന്നതമായ കഴിവുകൾ നൽകിയത് അവൻ തന്നെയാണ്. അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ ആ ലക്ഷ്യത്തെ മനസ്സിലാക്കുകയോ മനസ്സിലാക്കിയാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നിശ്ചയമായും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ തിരിച്ചറിയുകയും അള്ളാഹുവിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ്.
മനുഷ്യൻ ഈ ലക്ഷ്യത്തെ മുന്നിൽ വെക്കുമ്പോൾ അവൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നു. ലോകത്തിലെ നന്മകളും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാൻ ഉള്ള മാർഗമാക്കി മാറ്റുന്നു. മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവുകൾ, മനുഷ്യന്റെ ശാരീരികമായ കഴിവുകൾ, മനുഷ്യന്റെ മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ, ഈ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങൾ മുതലായവ മനുഷ്യനെ ഒരിക്കലും ഇതിൽ നിന്ന് അശ്രദ്ധരാക്കുന്നതായി മാറ്റരുത്. ആരോഗ്യമോ ധനമോ ബുദ്ധിപരമായ കഴിവുകളോ നമ്മുടെ മുന്നിലുള്ള ഭൗതികതയുടെ തിളക്കവും വെളിച്ചവും ഈ കാര്യങ്ങളൊന്നും നമ്മെ അശ്രദ്ധരാക്കരുത്. നാം നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മറക്കുന്നവരായി തീരരുത്. ഏതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, അഹമ്മദികളിൽ ഭൂരിഭാഗവും ഈ രാജ്യങ്ങളിൽ ദീൻ കാരണം ആണ് വന്നിരിക്കുന്നത്. അവരുടെ രാജ്യങ്ങളിൽ അവർക്കുണ്ടായിരുന്ന മതപരമായ വിലക്കുകൾ കാരണമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും മുന്നിൽ വെക്കുക. അഹമ്മദികൾ ഈ കാര്യത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നു. ഒരു ദീർഘ അന്ധകാര കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഇസ്ലാമിന്റെ പ്രകാശിത സൂര്യൻ മസീഹെ മഊദിന്റെ കാലഘട്ടത്തിൽ ഉദിച്ചുയർന്നിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ച് അത് മുസ്ലിങ്ങളുടെ ഹൃദയത്തെയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും യഥാർത്ഥ അധ്യാപനങ്ങളിലേക്കും ബിദ്അത്തിൽ നിന്ന് പരിശുദ്ധമായ അധ്യാപനങ്ങൾ നന്മയിലേക്കും കൊണ്ടുവരണമായിരുന്നു. അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മനോഹരമായ അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കണമായിരുന്നു. ഈ രാജ്യങ്ങളിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയായിത്തീരുന്നു അവർ ഈ സുപ്രധാന കടമയെ പൂർണ്ണമായ നിലയിൽ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. എല്ലായിടത്തും എവിടെയാണോ അഹമ്മദികൾ ഉള്ളത് തങ്ങളുടെ അന്തരീക്ഷത്തിന് പറഞ്ഞുകൊടുക്കുക യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന്. ഓരോ അഹമ്മദിയുടെയും കർമ്മം, സ്വഭാവം, അവരുടെ ഇബാദത്തിന്റെ നിലവാരം അത്തരത്തിലുള്ളതായിരിക്കണം. മറ്റുള്ളവരുടെ ശ്രദ്ധയെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം. ഇത് അഹമ്മദികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തരാക്കുന്നതോടൊപ്പം ഇവിടുത്തെ പ്രാദേശികരായ ആളുകളിൽ തബ്ലീഗിനുള്ള മാർഗം തുറക്കുന്നതിനും സഹായകമായി തീരും. ഈ കാര്യം എല്ലാ അഹമ്മദികളും മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവരുടെ ഒരു വലിയ ലക്ഷ്യം ആണ് ഇത്. ഓരോ അഹമ്മദിയും തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ആദ്യം മനസ്സിലാക്കണം. പിന്നീട് മറ്റുള്ളവർക്ക് ഈ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കണം. ലോകത്തിന് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യം നൽകണം. ഭൗതികാനുഗ്രഹങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അത് അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നതിനു വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുമായി അടുപ്പിക്കുന്നതിനു വേണ്ടിയാണുള്ളത്. അതുകൊണ്ട് ഇതിൽ മധ്യനില കൈക്കൊള്ളുക. അതല്ല എങ്കിൽ മധ്യനിലയിൽ നിന്ന് പുറത്തുപോയത് കാരണത്താൽ നിങ്ങൾ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഈ വിധത്തിൽ നാശത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ലോകത്തിന് ചിന്ത ഉണ്ടായിരുന്നില്ല. അതല്ല എങ്കിൽ ഈ കാര്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് അവസ്ഥകൾ തികച്ചും വ്യത്യസ്തമാണ്. ഏതൊരു നാശത്തിലേക്കാണോ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ യഥാർത്ഥ കാരണം ഇത് തന്നെയാണ്. ഇവർ വിചാരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പുരോഗതി അവരെ രക്ഷപ്പെടുത്തും എന്നാണ്. അഥവാ നഷ്ടമുണ്ടായാലും ശരി, ഞങ്ങൾ അതിനെ പൂർണ്ണമാക്കുന്നതായിരിക്കും. എന്നാൽ ഇത് ഇവരുടെ തെറ്റാണ്. ഏതുപോലെയാണോ ഇവർ ചിന്തിക്കുന്നത്? യുദ്ധങ്ങളുടെ നാശം വരുമ്പോൾ അഥവാ സാമൂഹികമായി കൂടുതൽ ഭദ്രത കൈവരിച്ച രാജ്യങ്ങൾ ആയിരുന്നാൽ പോലും ആ രാജ്യങ്ങൾ യുദ്ധത്തിനു ശേഷം തങ്ങളെ നിലനിർത്താനാണ് ആദ്യം ശ്രമിക്കുക. ഇനിയും അതായിരിക്കും നടക്കുക. ഈ രാജ്യം കൂടുതൽ സാമൂഹിക ഭദ്രത ഇല്ലാത്ത രാജ്യമാണ് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്.
ഇത് പിന്നീട് അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും എവിടെയെല്ലാമാണോ അഹമ്മദികളുള്ളത് അവർ കർമ്മപരമായ പരിശ്രമത്തോടൊപ്പം ഏറ്റവും കൂടുതലായി ദുആ മുഖേന അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഫضൽ മാത്രമാണ് ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കരസ്ഥമാക്കുന്നതിനു വേണ്ടി ആ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഏതൊന്നാണോ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അവന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് മാത്രമേ അവനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഓരോ അഹമ്മദിയും ഇത് ഓർത്തിരിക്കേണ്ടതാണ്. കേവലം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുക എന്നത് മാത്രം അവരെ ഈ ലോകത്തും പരലോകത്തും നന്മയുടെ ഉടമസ്ഥരാക്കുകയില്ല. അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയില്ല. മറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുക എന്നത് കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുസൃതമാക്കി മാറ്റുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഓർത്തുകൊള്ളുക, കേവല ബൈഅത്ത് കൊണ്ട് ഒന്നും നടക്കുകയില്ല. അള്ളാഹു ഈ ആചാരം കൊണ്ട് തൃപ്തിപ്പെടുകയില്ല. ഏതുവരെ ബൈഅത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം പൂർത്തിയാക്കുന്നില്ലയോ അതുവരെ ഈ ബൈഅത്ത് അല്ല, മറിച്ചൊരാചാരം മാത്രമാണ്. അതുകൊണ്ട് ബൈഅത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥ ഉദ്ദേശം എന്താണ് പറയുന്നു, അതായത് തഖ്വ സ്വായത്തമാക്കുക, വിശുദ്ധ ഖുർആൻ നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി ഓതുക, അതിൽ ചിന്തിക്കുക, പിന്നീട് അതനുസരിച്ച് പ്രവർത്തിക്കുക. കാരണം അള്ളാഹുവിന്റെ സുന്നത്ത് ഇതാണ്. അള്ളാഹു കേവലം സംസാരം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഒരിക്കലും തന്നെ സന്തോഷിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനു വേണ്ടി അവന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് അനിവാര്യമാണ്. അവൻ വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണോ അവൻ തടഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുക. ഇത് അത്തരത്തിലുള്ള വ്യക്തമായ ഒരു കാര്യമാണ്. നാം കാണുന്നു, മനുഷ്യൻ പോലും കേവലം സംസാരം കൊണ്ട് സന്തോഷിക്കുകയില്ല, മറിച്ച് അവരും പ്രവർത്തനം കൊണ്ടാണ് സന്തോഷിക്കുക. അവിടുന്ന് പറയുന്നു, യഥാർത്ഥ മുസ്ലിമും വ്യാജ മുസ്ലിമിലും ഈ ഒരു വ്യത്യാസമാണ് ഉണ്ടാവുക. വ്യാജ മുസ്ലിം കാര്യങ്ങൾ പറയുന്നു, എന്നാൽ ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല. എന്നാൽ ഇതിനെതിരിൽ യഥാർത്ഥ മുസ്ലിം പ്രവർത്തിച്ചു കാണിക്കുന്നു, വെറുതെ സംസാരിക്കുകയില്ല. അള്ളാഹു കാണുമ്പോൾ എന്റെ ദാസൻ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടി എന്റെ സൃഷ്ടികളുടെ മേൽ കാരുണ്യം കാണിക്കുകയാണ്. അപ്പോൾ തന്റെ മലക്കുകളെ അവൻ അവരുടെ മേൽ ഇറക്കുന്നു. സത്യവാനും വ്യാജനും ആയ മുസ്ലിമിനിടയിൽ ഏതുപോലെ അവന്റെ വാഗ്ദാനമുണ്ടോ ഒരു വ്യതിരിക്തത കാണിക്കുന്നു. നമ്മളിൽ ഓരോരുത്തരുടെയും നിർബന്ധ കടമയാണ് നമ്മൾ സത്യമുസ്ലിമായി തീരുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ഈ ലോകത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും ഇതിൽ നിന്നുള്ള പ്രയോജനം ഈ കാരണം കൊണ്ടെടുക്കുക. ഇത് ആഖിറത്തിലെ നന്മകളുടെ അവകാശിയാക്കി മാറ്റുന്നതാണ്. നാം നമ്മുടെ ഇബാദത്തുകളുടെ കടമ നിറവേറ്റുന്നവരായി മാറുക. ദീൻ കാരണം, നിർബന്ധിതാവസ്ഥ കാരണം നമുക്ക് നമ്മുടെ രാജ്യം ഉപേക്ഷിക്കേണ്ടതായി വന്നു. അപ്പോൾ ഇവിടെ വന്ന് ദീനി അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കടമ നിറവേറ്റുന്നവരായി മാറുക. അള്ളാഹു എല്ലാവർക്കും الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له
ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله